ഹരി ഓം. അധ്യായം 18. നന്ദൻ, ഉപനന്ദൻ, വൃഷഭാനു എന്നിവരെ പരിചയപ്പെടുത്തലും കൃഷ്ണന്റെ മണ്ണ് ഭക്ഷിക്കലും. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: 9 ഉപനന്ദന്മാർ ഭഗവാൻ ഉണ്ണിക്കണ്ണനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുകയും അവിടെ ഭഗവാന്റെ രൂപഭംഗിയും ലീലകളും കണ്ട് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. അവർ കൃഷ്ണന് കളിപ്പാട്ടങ്ങൾ നൽകുകയും ഓമനിച്ച് ലാളിക്കുകയും ചെയ്തുകൊണ്ട് ആനന്ദമഗ്നരാകുമായിരുന്നു. ബഹുലാശ്വന്റെ ചോദ്യത്തിന്റെ മറുപടിയായി നാരദൻ ഉപനന്ദന്മാരുടെ പേരുകളും അവരുടെ പൂർവജന്മത്തെക്കുറിച്ചും വിവരിച്ചു. അതോടൊപ്പം 6 വൃഷഭാനുക്കളുടെ കർമ്മങ്ങളെപ്പറ്റിയും വിവരിച്ചു. ഗയൻ, വിമലൻ, ശ്രീശൻ, ശ്രീധരൻ, മംഗലൻ, മംഗലായനൻ, രംഗവല്ലീശൻ, രംഗോജി, ദേവനായകൻ എന്നിവരാണ് 9 നന്ദന്മാർ. വേദിഹോത്രൻ, അഗ്നിഭുക്ക്, സാമ്പൻ, ശ്രീകരൻ, ഗോപതി, ശ്രുതൻ, വ്രജേശൻ, പാവനൻ, ശാന്തൻ എന്നിവരാണ് ഉപനന്ദന്മാർ. നീതിവിതൻ, മാർഗതൻ, ശുക്ലൻ, പതങ്കൻ, ദിവ്യവാഹനൻ, ഗോപേഷ്ഠൻ എന്നിവരാണ് 6 വൃഷഭാനുക്കൾ. ഗോകുലധാമത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നികുഞ്ചദ്വാരത്തിൽ കയ്യിൽ വടിയുമായി നിന്നിരുന്ന ഗോപന്മാരാണ് 9 നന്ദന്മാർ. നികുഞ്ചത്തിലുള്ള അനേകം പശുക്കളെ പാലിക്കുന്നതിൽ തൽപരരായി തലയിൽ മയിൽപീലിയും കയ്യിൽ ഓടക്കുഴലുമായി നടന്നിരുന്ന ഗോപന്മാരാണ് ഉപനന്ദന്മാർ. നികുഞ്ചദുർഗത്തിന്റെ രക്ഷയ്ക്കായി ദണ്ഡും പാശവുമായി 6 കവാടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗോപന്മാരാണ് വൃഷഭാനുക്കൾ ആയത്. സാക്ഷാൽ ബ്രഹ്മാവിന് പോലും ലഭിക്കാത്ത ഭാഗ്യമാണ് അവർക്കു ലഭിച്ചത്. ഒരു ദിവസം യമുനാ തടത്തിൽ വച്ച് ശ്രീകൃഷ്ണൻ മണ്ണ് ഭക്ഷിച്ചു. അത് കണ്ട കുട്ടികൾ യശോദയോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മാതേ, അമ്മയുടെ പുത്രൻ മണ്ണ് ഭക്ഷിക്കുന്നു. ബലരാമനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ യശോദ കൃഷ്ണന്റെ കൈ പിടിച്ചപ്പോൾ കൃഷ്ണൻ ഭയന്നു. ഇതു കണ്ട യശോദ പറഞ്ഞു: കൃഷ്ണ, എന്തിനാണ് നീ മണ്ണ് ഭക്ഷിക്കുന്നത്? അതിനുത്തരമായി കൃഷ്ണൻ പറഞ്ഞു: ഈ കുട്ടികളെല്ലാവരും കള്ളം പറയുകയാണ്. ഞാൻ മണ്ണ് ഭക്ഷിച്ചിട്ടില്ല. അമ്മയ്ക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ വായയിലേക്ക് നോക്കിയാലും എന്നു പറഞ്ഞ് കൃഷ്ണൻ വായ തുറന്നു കാണിച്ചു കൊടുത്തു. യശോദ കൃഷ്ണന്റെ വായയിൽ എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങൾ കണ്ടു. ബ്രഹ്മാണ്ടത്തിനുള്ളിൽ 7 സമുദ്രങ്ങളും 7 ദ്വീപുകളും 3 ലോകങ്ങളും മുഴുവൻ വ്രജമണ്ഡലത്തോടൊപ്പം യശോദ തന്നെയും കണ്ടു. തൻ്റെ പുത്രൻ സാക്ഷാൽ ഭഗവാൻ ഹരി തന്നെയാണെന്ന ചിന്ത യശോദയ്ക്കുണ്ടായി. ഇപ്രകാരം യശോദ ജ്ഞാനനിഷ്ഠയായി. അപ്പോൾ ഭഗവാൻ മന്ദഹസിക്കുകയും പെട്ടെന്ന് യശോദ എല്ലാം മറന്നു പോകുകയും ചെയ്തു. അതോടെ കൃഷ്ണന്റെ വായയിൽ യശോദ കണ്ടത് എല്ലാം വിസ്മൃതിയിൽ മറഞ്ഞു. ഇവിടെ 1-ാം ഖണ്ഡത്തിലെ 18-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.